നിങ്ങൾ എന്താണ് ഈ കാണുന്നത് വല്ല ഐഡിയ ഉണ്ടോ? ഇത് ഉത്തർപ്രദേശിലെ ഒരു നാടൻ കല്യാണമാണ്. നിങ്ങൾക്ക് ആർക്കും ഇന്നേ വരെ യൂട്യൂബിൽ കണ്ടെത്താൻ പറ്റാത്തൊരു വീഡിയോ ആണിത്. ഇവൻ കേരളത്തിൽ ബാർബറായിട്ട് ജോലി ചെയ്യുന്ന നാട്ടിലെ 4 യുവാക്കൾ അവൻ്റെ കല്യാണം കൂടാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി അടിച്ച് പൊളിച്ച് തകർത്തു. ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. തൂക്കിയിട്ടുണ്ട് എവിടെയല്ലോ. ഇതൊക്കെ നോട്ട് മാല കല്യാണത്തിന് ഇങ്ങനെ പുയ്യാപ്ലാൻ്റെല്ലാം കഴുത്തിലിട്ട് കൊടുക്കുന്ന പറയുന്ന ഒറിജിനൽ നോട്ടായതല്ല. നമ്മുടെ നാട്ടിലെ പോലെ കല്യാണത്തിന് പൈസ കവറിലിട്ട് ചുരുട്ടി കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇവിടെ. ഇത് 500 രൂപയുടെ ഒരു നോട്ട് മാല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 580 രൂപ അവർക്ക് കൊടുക്കണം. 500 രൂപയിൽ 80 രൂപയാണ് അവരുടെ ബെനിഫിറ്റ്. 500 ഏറ്റവും ചുരുങ്ങിയതാണ്. 2000 5000 ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ശാല കല്യാണത്തിന് ഞാൻ 10 5 രൂപേൻ്റെ പെറുക്കിയിട്ടിട്ട് എവിടെയെങ്കിലും പെറുക്കിയിട്ട് 5 രൂപ ഉണ്ടാവും. ഇതിൽ മുടി വെട്ടുന്ന നേരം ഇപ്പം 100 രൂപ 120 രൂപ അല്ലല്ലോ ഓരോരുത്തർ. ഇവിടെ എത്ര മുടി വെട്ടെ എത്ര പൈസയാ? 40 രൂപ ഉണ്ട്, 50 ഉണ്ട്, 100 രൂപ ഉണ്ട്. വെറുതെ അല്ലേ കള്ളപ്പന്നി ഇവിടുന്ന് അങ്ങ് വന്നിട്ട് മുടി വെട്ടുന്നത്. ഡബിൾ പൈസ അല്ലേ? ഇവിടുന്ന് 5 കൊല്ലം പണി എടുക്കുന്ന ആടെ 2.5 കൊല്ലം പണി എടുത്താ അല്ലേ? പൊട്ടറ 40 രൂപ ഞാൻ പറഞ്ഞില്ല. ഇവിടെ 40 രൂപ ഉണ്ട്. പിന്നെ അവിടെ വേറെ പിടിയിൽ പോയാല് 50 രൂപ ഉണ്ട്. 50 രൂപ എന്നാലും 50-60 രൂപ വരെ. പിന്നെ വേറെ പിടിയിൽ പോയാല് 100 രൂപ ഉണ്ട്. 100 രൂപ ഉണ്ട്. എന്നാലും ഞാൻ 100 രൂപ എനിക്ക് പോയിട്ട് കാണിക്കാം. 100 രൂപ ഉണ്ട് എന്ന് അറിയില്ല. അങ്ങനെയാണ് നമ്മളെ നാട്ടില് ഹൈലൈറ്റ് മാളിനുള്ളിൽ പോയാൽ 300 രൂപ ഉണ്ട് മുടിയോട്ടെ. ചില സ്ഥലത്ത് അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുണ്ടാവും. ബാക്കി എല്ലായിടത്തും കുറവ് എന്ന് പറയുന്നത് നോർമൽ പ്രൈസ് 40 രൂപ 50 രൂപ അല്ലേ? അതെ. നല്ല വിശപ്പല്ലേ സൂര്യ? 1:45 ഇതുവരെ ചോറ് വന്നിക്കില്ല. സൂരജിന് വിശപ്പ് സഹിക്കാനാതില്ല. എന്താടാ ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ ഒരു ഭാവം ഇല്ലാണ്ട് നിന്നത്? വിശന്ന് വലഞ്ഞ പൂച്ച മത്തിത്തല കണ്ടാൽ ഓടുന്ന പോലെ ഞങ്ങൾ ഓടുന്നത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടാണ് കേട്ടോ. നാളെയാണ് മെയിൻ പരിപാടി കല്യാണത്തിന്. ഇന്ന് തലേ ദിവസം വലിയ പരിപാടി ഒന്നുമില്ല, ചെറിയ പരിപാടി. അതിന്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു പണ്ടാരിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ ഇവിടെ വളരെ കുറച്ച് മസാലകളും സാധനങ്ങളും എത്തിച്ചു കൊടുത്ത് 2 പേരെ ഹെൽപ്പിനും കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള സെറ്റപ്പിൽ ഉള്ളതൊക്കെ കത്തിച്ചുകൊണ്ട് അങ്ങേര് ഫുഡ് ഉണ്ടാക്കും. അങ്ങേരുടെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല ചില കാര്യങ്ങൾ. മലയാളം പറയുമ്പോൾ അങ്ങേര് പറഞ്ഞു എനിക്കെന്നെ തെറി വിളിക്കുന്ന പോലെയാണ് തോന്നുന്നതെന്ന് ഹിന്ദിയിൽ ഞങ്ങളോട് പറഞ്ഞു. നാട്ടിൽ നിന്നും പണിയെടുക്കാത്ത സൂരജ അവരെ കൊണ്ട് ഇവിടുന്ന് പണിയെടുപ്പിച്ച്. ഇത് ഉഴുന്ന് പരിപ്പ് തൊലി കളയാത്തതാണ് കേട്ടോ. ഇത് ബീഫിൽ കൂട്ടിച്ചേർത്താണ് അവിടെ ബീഫ് ഉണ്ടാക്കുക. പയറുവർഗ്ഗമാണ്. അതിലെന്തോ എണ്ണ കഴിച്ചിട്ട് മൂപ്പറ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേരുണ്ടാക്കിയ ഫുഡൊന്നുമല്ല കേട്ടോ. ഉച്ചക്ക് ജസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കിയ ഫുഡാണ്. ചോറും പരിപ്പ് കറിയും അതിലെവിടെയൊക്കെയോ എന്തൊക്കെയോ വേറെ ചില കഷ്ണങ്ങളും. മംഗലപ്പുരയിലേക്കുള്ള പന്തലും കസേരയും ചെമ്പലും വന്നിട്ടുണ്ട്. എടുത്തോളി പിടിക്ക് സൂര്യ പിടിക്കടാ, തിന്ന തേക്കട്ടാ. ഓം ക്യാ പേട് മേ പകടാ. ഇവിടെ ഉണ്ടല്ലേ സെറ്റപ്പ് എല്ലാം കസേര ഇറക്കലോ ഉള്ളിലുണ്ട് ഡിജെന്റെ സെറ്റപ്പ് എല്ലാം കൊണ്ടാച്ചു. അതങ്ങോട്ടെ ഊട്ടുപുരയിലേക്ക് വിട്ടോ. ശരി. ഇത് മംഗലപ്പുരയിലേക്ക് വിട്ടോ. അത് പന്തലിനുള്ളിൽ തന്നെ കേട്ടോ. എടുക്കാൻ പിടിക്ക എണ്ണ പച്ചാസേന. UP-യിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം ഉച്ചക്ക് ഫുഡ് കഴിച്ചത് നല്ല കിടിലൻ ബീഫും കുട്ടിയ. അയാള് അഹങ്കാരത്തോടെ പറയും. വീടുകളൊക്കെ ചെറുതാണെങ്കിലും പള്ളി ഭയങ്കര വലിയ പള്ളിയാണ്. താജ്മഹൽ പോലെ തന്നെ ഉണ്ട് ഏകദേശം എല്ലാം. ബാത്റൂം നെയ്യാത്ത മസ്ജിദ് പള്ളിയിലും നമ്മളെ നാട്ടിലെ എല്ലാ പള്ളിയിലും ബാത്റൂം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതില്ല. തണുക്കൂ നവത് എടുക്കണ്ട. എടുക്കുന്ന പോലെ ആക്ഷൻ ചെയ്തോ. തലപ്പെട്ടാ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. എടാ എന്തെന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞേ? സാറാ അഭി ക്യാ ബൻ रहा बोला था? പരിപ്പ് ബീഫ്. ഓ ഹിന്ദി में बोलो. ദാൽ ഗോഷ്. പരിപ്പും ബീഫൊക്കെ മിക്സ് ആക്കിയിട്ട് ഒരു കറി. പിന്നെ അതുപോലെ വേറെ എന്തോ റൈസും. സ്പെഷ്യലി നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനമാണ്. എന്താണെന്ന് നോക്കുക അല്ലേ?
ഏതാ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഉഴുന്ന് പരിപ്പില്ല, അതിന്റെ മേലെ ഒരു കറുത്ത സ്കിൻ ഉണ്ടാവും ആദ്യം. അത് ഒഴിവാക്കാണ്ട് അങ്ങനെ തന്നെ എടുത്ത സാധനം വെക്കുന്നത്. മൂപ്പർ ഇളക്കുന്നുണ്ട്, നോക്കി നോക്കെ എങ്ങനെയുണ്ട്. അയ്യവാ വേവ് നോക്കുന്ന മൂപ്പർ. ഇന്ന് 20-ാം തീയതി, നാളെയാണ് 21 ഇവന്റെ നിക്കാഹ്. ഇവിടുന്ന് ഓളെ വീട്ടിലേക്ക് നടന്നു പോവും. ബാൻഡും മേളവും അങ്ങനെയൊക്കെ ഉണ്ടാവും. കുതിരപ്പുറത്ത് കയറുന്ന പറഞ്ഞത്. ഇവൻ പറഞ്ഞു കുറേ കിലോമീറ്റർ നടക്കണില്ല. ഞാൻ വിചാരിച്ച് 10-15 കിലോമീറ്ററല്ലേ ഉണ്ടാവുന്നത്. ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. എല്ലാം പണിയും കഴിഞ്ഞ് 3.5 കിലോമീറ്റർ നടന്നു പോകുന്ന എന്നോട്. ഇങ്ങോട്ട് നോക്കി, എനിക്ക് കുറവ് വരുന്നുണ്ടാ. ക്യാമറ ഓണാക്കിയാലും ചെറിയൊരു കുറവാണ്. എല്ലാത്തരം നല്ലോണം സംസാരിക്കും. അപ്പോൾ 22-നൊന്നുമില്ല, 23-ാം തീയതി പിന്നെ ഫംഗ്ഷൻ ഉണ്ട്. അന്ന് ഭയങ്കര ഗ്രാൻഡ് പരിപാടിയാണ്. ഇതെല്ലാം കല്യാണത്തിന് മുമ്പ് ചെക്കൻ പെണ്ണിന് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്നതാണ്. ഇതൊന്നുമല്ല ശരിക്കും കാണേണ്ടത്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലോഡ് സാധനം. ഇതൊക്കെ അതിന്റെ മുന്നിൽ വെറും ശിശു. कौन गाना गाएगा इसमें? गाना गाने वाला कौन है? तुम गाएगा? किसको आता है? किसी को नहीं? तुमको आता है? डांस आता है? डांस नहीं आते तो दिखाओ ना, हमारा देखने वाला को दिखाओ ना थोड़ा. यूट्यूब पे वीडियो डाल देंगे. ഞാൻ വീഡിയോ എടുക്കും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളെ ഏറെ സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. गाइस इन्होंने बचा लिया इस बच्चे को, देखिए. और गाइस ये दो बच्चों को बचा लिया. എടാ യൂട്യൂബറാടാ, യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഇവൻ ആങ്കർ ചെയ്യാണ്. ऐसे बोलो दो बच्चे को. ये गाइस ये दो बच्चे दोबारा चढ़ने मानते नहीं है, लेकिन ഇങ്ങനെ പറവ പ്രാവുകൾ പറക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചാ ചോപ്പ് കളർ ഉണ്ട്, ചിലതിന് മാത്രം ചോപ്പ് കളർ. അപ്പോൾ ഇവൻ പറഞ്ഞ് പറവ മത്സരം ഉണ്ടാവും, അവിടെ പറപ്പിക്കുന്ന മത്സരം ഉണ്ടാവും. അതിൽ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ഒന്നാം സമ്മാനം ഉണ്ടാവും. ഇവരെ നാട്ടിൽ ഇപ്പോൾ ആയിരിക്കോ 4 ലക്ഷം അടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികളായതുകൊണ്ട് കള്ളത്തിലുണ്ടാവില്ല എന്ന് വിചാരിക്കുക, വെറുതെ തള്ളേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ്റെ നാട്ടിലെ അടുത്തുള്ള ഏരിയയിലുള്ള ഏതോ ചെക്കൻ 4 ലക്ഷം റുപ്യ പ്രാവിനെ പറപ്പിച്ചിട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. എന്നെ കണ്ട എത്ര ക്ലാസ് പഠിക്കുന്നതെന്ന് തോന്നും. मेरे 7ാം ക്ലാസ് പഠിക്കുന്നത്. क्या बोला समझा? क्या तुमको देखेगा तो कितना क्लास में पढ़ाई कर रहा है लग रहा है पूछा. मैं 7वीं क्लास में पढ़ता हूँ. 7ാം ക്ലാസ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ താടി പിടിച്ച് കളിക്കല്ലേ. मैं 7 क्लास का पढ़ाई करने का टाइम मेरा साथ में पढ़ाई करने का लड़का का दाढ़ी में पकड़ता है, उतना बड़ा है. तुम कितना छोटा है. इतना उम्र में 7 क्लास. ഒക്കെ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തില്ല. ഞാൻ പറഞ്ഞ് പഠിക്കണം, വെറുതെ ഇവിടുന്ന് തെണ്ടി തിന്നി അടിച്ച് ബാക്കിയുള്ള പോലെ ആയി പോകരുത്, നന്നായിട്ട് പഠിച്ചാൽ നല്ല ജീവിതം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടാ ചെക്കന് നല്ല ചെക്കൻ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് പോവാണ്. കണ്ണടയെല്ലാം വെച്ചിട്ട് ഡോണായിട്ടാണ് പോകുന്നത്. നല്ലൊരു പൂതിയല്ലേ അല്ലേ? പറയട്ടെ
ഇത് ലാഗാണെങ്കിൽ ഞാൻ വീഡിയോയിൽ എന്തായാലും ഇടും. ഇത് കാണാനോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എനിക്കറിയാം. ज्यादा सर्कस नहीं खेलना, गिरेगा तो मैं नहीं लेके जाएगा. ആ അവള് പേടിപ്പിക്കുന്നുണ്ട്. ആദ്യം മേലെ പോർത്തൊന്നും പറഞ്ഞു. मलयालम में बड़ाऊ पंजाबी की सुगाती രാവിലെ അങ്ങേരുണ്ടാക്കിയ ഭക്ഷണം വിളമ്പാനുള്ള സമയമായി. എന്തൊക്കെയാണത് ഏതൊക്കെയാണത് ഇപ്പൊ കാണാം. റൊട്ടി വന്നിട്ടുണ്ട്. തടിയടാ പറഞ്ഞോ. ഇവിടുത്തെ ഭക്ഷണത്തിനെക്കാട്ടും ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹമാണ് അല്ലേ. ഭയങ്കര അതിഥികളെ നല്ല രീതിയിൽ ബഹുമാനിച്ച് ആ രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്ന് അതിൽ വല്ലാണ്ട് സ്നേഹിച്ചങ്ങ് കൊല്ലുന്നുണ്ട്. ഇടില റൊട്ടി, പിന്നെ ബീഫിൻ്റെ കറി, മന്തി, നമ്മളെ നാട്ടിലെ സെയിം മന്തി റൈസ് പോലത്തെ റൈസൊക്കെ ഉണ്ട്. അടിപൊളി സാധനങ്ങൾ, എല്ലാം നല്ല ടേസ്റ്റിയാണ്. വിചാരിച്ച പോലെ ഒന്നല്ല. ഇവിടെയും ആഘോഷങ്ങളൊക്കെ ഉണ്ട് കല്യാണത്തിന്. നല്ല ഒരുപാട് ആൾക്കാരുണ്ട്, വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട് അല്ലേ. എല്ലാവരും കുറേ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പറത്തെ ഷോപ്പ് കൊണ്ടുപോകാം. ഞാൻ ഇവരുടെ റിലേറ്റീവിൻ്റെ ഷോപ്പ് പിന്നെ വേറെ പുറത്തുള്ള ഒന്നുമല്ല. ഇപ്പറ വീട് ഇപ്പറ ഷോപ്പ്. നമുക്ക് ഇവിടുന്ന് പേടയും സ്കനാമിക്ക പോലത്തെ ഗട്ട മധുരങ്ങളെ കിട്ടുന്ന സാധനമെല്ലാം വാങ്ങി തന്നെങ്കിൽ ഇവിടെ സ്നേഹത്തിന്റെ മുന്നിലാവൂല. എനിക്ക് എവിടുത്തെ ബീഫാണ് ഇഷ്ടം? കേരളത്തിലെ ബീഫാണ് ഇഷ്ടം, ഇവിടുത്തെ ബീഫാണ് ഇഷ്ടം? രണ്ട് സ്ഥലത്ത് എനിക്ക് ഇഷ്ടമുണ്ട്. എന്നാ കൂടുതൽ ഇഷ്ടം? കൂടുതൽ പറയാനാവില്ല, കുറച്ച് കൂടുതലായിട്ടാ. ഒന്നും പറയാനാവില്ല. വീഡിയോ കേരള വാല ദേഖേഗാ. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് മാത്രം വില കൊടുത്തുകൊണ്ടാണ് ഞാൻ UP വരെ പോയി കല്യാണം കൂടിയത്. ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ.